നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വേൾഡ് കപ്പിന് ഇനി വളരെ കുറഞ്ഞ മാസങ്ങൾ മാത്രമാണല്ലോ ബാക്കിയുള്ളത്. ഡിസംബർ 5-നാണ് വേൾഡ് കപ്പിൻ്റെ ഫിക്സ്ചർ നിർണയ നറുക്കെടുപ്പ് നടക്കാൻ പോകുന്നത്. അപ്പോൾ 4 പോട്ടുകളിലായിട്ട് ടീമുകൾ തിരിക്കുമ്പോൾ ഏതൊക്കെ ടീമുകൾ ആരോടൊക്കെ ഏറ്റുമുട്ടും എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അപ്പോൾ നിലവിൽ 28 ടീമുകളുടെ യോഗ്യതയാണ് ഉറപ്പായിരിക്കുന്നത്. ബാക്കി ടീമുകൾ കുറേയൊക്കെ നവംബർ മാസത്തോടുകൂടി തീരുമാനമാകും. പിന്നെ കുറച്ച് പ്ലേ ഓഫ് സ്പോട്ടുകൾ മാത്രമാണ് ബാക്കി ഉണ്ടാവുക. അത് മാർച്ചിലും തീരുമാനമാകും. ഇപ്പോൾ യോഗ്യത നേടിയിട്ടുള്ളത് ഹോസ്റ്റുമാരായിട്ട് കാനഡ, മെക്സിക്കോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവരും, പിന്നെ അർജൻറ്റീന, ജപ്പാൻ, ന്യൂസിലാൻഡ്, ഇറാൻ, ഉസ്ബെക്കിസ്ഥാൻ, സൗത്ത് കൊറിയ, ജോർഡൻ, ഓസ്ട്രേലിയ, ബ്രസീൽ, ഇക്കഡോർ, ഉറുഗ്വായ്, പരാഗ്വായ്, കൊളംബിയ, മൊറോക്കോ, ടുണീഷ്യ, ഈജിപ്ത്, അൾജീരിയ, ഗാന, കേപ്പ് വെർദെ, സൗത്ത് ആഫ്രിക്ക, ഖത്തർ, ഇംഗ്ലണ്ട്, സൗദി അറേബ്യ, ഐവറി കോസ്റ്റ്, സെനഗൽ എന്നീ ടീമുകളാണ്. അപ്പോൾ ഈ ഫിക്സ്ചർ നിർണയ നറുക്കെടുപ്പിൻ്റെ സമയത്ത് ഈ ടീമുകളെ 4 വ്യത്യസ്ത പോട്ടുകളാക്കി തിരിക്കും. എന്നിട്ടാണ് ഓരോ ഗ്രൂപ്പുകളിലേക്ക് അവരെ നറുക്കെടുത്ത് തീരുമാനമാക്കുന്നത്. അപ്പോൾ ഒരേ പോട്ടിലുള്ള ടീമുകൾ ഒരിക്കലും ഒരു ഗ്രൂപ്പിൽ വരില്ല. അതായത് ഇപ്പോൾ പോട്ട് 1, 2, 3, 4 എന്നാണെങ്കിൽ പോട്ട് 1-ലെ ടീമുകൾ തമ്മിലുള്ള പരസ്പര പോരാട്ടം ഗ്രൂപ്പ് സ്റ്റേജിൽ വരാൻ പോകുന്നില്ല. അവർ പോട്ട് 2-ലെയും പോട്ട് 3-ലെയും പോട്ട് 4-ലെയും ഓരോ ടീമുകളോടായിരിക്കും മുട്ടാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം അനുസരിച്ച് സീഡിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി ഏതൊക്കെ ടീമുകൾ ഏതൊക്കെ പോട്ടിലാണ് വരിക നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 48 ടീമുകളുള്ള വേൾഡ് കപ്പാണ്. അതിൽ 28 ടീമുകളുടെ യോഗ്യതയാണ് ഇതുവരെ പൂർത്തിയായിട്ടുള്ളത്. പക്ഷേ യൂറോപ്പിലൊക്കെ ഓരോ ഗ്രൂപ്പുകളിലും മുന്നിൽ നിൽക്കുന്ന ടീമുകളുണ്ട്. അവർ നേരിട്ട് യോഗ്യത ഉറപ്പാക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അവർ യോഗ്യത നേടും എന്നുള്ളൊരു അസംഷനിലാണ് ഈ ഒരു പോട്ട് നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പം ഫസ്റ്റ് പോട്ടിൽ ആദ്യ 3 സ്ഥാനങ്ങൾ ഹോസ്റ്റുമാർക്കായിരിക്കും. ദെൻ അർജൻറ്റീന ഉണ്ടാകും. 2ാം സീഡ് എന്ന രൂപത്തിൽ അർജൻറ്റീന ഉണ്ടായിരിക്കും. പിന്നെ ഇംഗ്ലണ്ട് ഉണ്ടാവും. അതായത് യൂറോപ്പിലെ ഓരോ ഗ്രൂപ്പിലെയും വിന്നേഴ്സ് അവർ 10th സീഡായിട്ടും വരും. ദെൻ ബ്രസീലുണ്ടാകും. പിന്നെ സ്പെയിനാണല്ലോ ഇപ്പോൾ അവരുടെ ഗ്രൂപ്പിൽ 1-ാമതുള്ള. അപ്പോൾ അവർ യോഗ്യത നേടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ സ്പെയിന് വരും, പോർച്ചുഗൽ വരും, നെതർലൻഡ്സ് വരും, അതുപോലെ ബെൽജിയം വരും. ഈ ടീമുകളൊക്കെ ഫസ്റ്റ് പോട്ടിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ മറ്റ് ടീമുകൾ അവരവരുടെ സീഡിനനുസരിച്ച് വ്യത്യസ്ത പോട്ടുകളിലേക്ക് പോകും. അപ്പോൾ നമ്മൾ നോക്കുകയാണ്. ഇപ്പോൾ പോട്ട് 1-ൽ ആരൊക്കെ ഉണ്ടാവാം? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ, കാനഡ, സ്പെയിന് വരാം. സ്പെയിൻ അവരുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ 1-ാം സ്ഥാനത്താണ്. യോഗ്യത അവർ ഉറപ്പാക്കുമെന്ന് കരുതുന്നു. ദെൻ അർജൻറ്റീന, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, പോർച്ചുഗൽ, നെതർലൻഡ്സ്, ബ്രസീൽ, ബെൽജിയം, ജർമ്മനി ടീമുകളെയാണ് നമ്മൾ പോട്ട് 1-ൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതാണ് ഓരോ ടീമുകളുടെയും സ്ഥാനം. സോ ഇത് സീഡ് അനുസരിച്ച് വരുന്നതാണ്. അർജൻറ്റീനയ്ക്ക് നിലവിലെ ലോക ചാമ്പ്യന്മാർ എന്ന നിലയ്ക്ക് 2nd സീഡായിരിക്കും ലഭിക്കുക. ദെൻ അതിനുശേഷം പോട്ട് 2-ലേക്ക് വരുമ്പോൾ ക്രൊയേഷ്യ, മൊറോക്കോ, കൊളംബിയ, ഉറുഗ്വായ്, സ്വിറ്റ്സർലൻഡ്, സെനഗൽ, ജപ്പാൻ, ഡെൻമാർക്ക്, ഇറാൻ, സൗത്ത് കൊറിയ, ഇക്കഡോർ, ഓസ്ട്രേലിയ ടീമുകളെയാണ് നമ്മൾ പോട്ട് 2-ൽ പ്രതീക്ഷിക്കുന്നത്. പോട്ട് 3-ലേക്ക് വരുമ്പോൾ അതായത് പോട്ട് 2-ലുള്ളത് ഓസ്ട്രിയ വരെയാണ് വരിക. പോട്ട് 3-ലേക്ക് വരുമ്പോൾ ഓസ്ട്രേലിയ, നോർവേ, ഈജിപ്ത്, അൾജീരിയ, പരാഗ്വേ, ദെൻ ഒരു അടുത്ത പ്ലേ ഓഫ് കിട്ടി വരുന്ന ടീമുണ്ടാവും. അതിന് ശേഷം ടുണീഷ്യ, ഖത്തർ, ഉസ്ബെക്കിസ്ഥാൻ, സൗത്ത് ആഫ്രിക്ക, സൗദി അറേബ്യ, ഹോണ്ടറാസ് ടീമുകൾ പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം പോട്ട് 4-ൽ ജോർഡാൻ, ജമൈക്ക, കേപ്പ് വെർദെ, ഗാന, ദെൻ ന്യൂസിലൻഡ്, സുരിനാം, പിന്നെ യുഎഫയുടെ പ്ലേ ഓഫ് 1, പ്ലേ ഓഫ് 2, പ്ലേ ഓഫ് 3, പ്ലേ ഓഫ് 4 ടീമുകളിലൂടെ വരുന്നവരുണ്ടാവും. അതുപോലെ മറ്റ് 2 ടീമുകൾ വീണ്ടും ഇനിയും സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട് ആരൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഏതാണ്ട് ഒരു പോട്ട് വരുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അർജൻറ്റീനയ്ക്ക് ആരൊക്കെ എതിരാളികൾ വരാം ഗ്രൂപ്പിൽ? അർജൻറ്റീനയ്ക്ക് എതിരാളികളായിട്ട് അർജൻറ്റീന ഇപ്പം ക്രൊയേഷ്യ വരാം, അല്ലെങ്കിൽ മൊറോക്കോ വരാം പോട്ട് 2-ൽ നിന്ന്. പോട്ട് 3-ൽ നിന്ന് വീണ്ടും ഓസ്ട്രേലിയ വരാം, അല്ലെങ്കിൽ നോർവേ വരാം. പോട്ട് 4-ൽ നിന്ന് പിന്നെ
ജമൈക്കയോ കേപ്പ് വെർദയോ ഒക്കെ വരാനുള്ള സാധ്യത കാണുന്നു. ബ്രസീലിൻ്റെ എതിരാളികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ വരാവുന്നൊരു സാധ്യത ബ്രസീലിനെതിരെ വേണമെങ്കിൽ കഴിഞ്ഞ തവണ അവരെ പുറത്താക്കിയ ക്രൊയേഷ്യ തന്നെ വരാം, അല്ലെങ്കിൽ സെനഗൽ വരാം. ഇപ്പോൾ അവർ ഫ്രണ്ട്ലി കളിക്കാൻ പോകുന്ന സെനഗൽ വരാം, വേണ്ട ജപ്പാൻ വരാം. പോട്ട് 2-ലാണ് ജപ്പാനുള്ളത്. ജപ്പാൻ ഇപ്പോൾ അവരെ തോൽപ്പിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ജപ്പാൻ വേണമെങ്കിൽ വരാം. അതുപോലെ പോട്ട് 3-ൽ നിന്ന് ഈജിപ്ത്, മോസലയുടെ ടീം വരാം. അതല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന പോലെ നോർവേ, എർലിംഗ് ഹാലൻഡിൻ്റെ ടീമിന് അവർക്ക് ഒരു പക്ഷേ നേരിടേണ്ടി വന്നേക്കാം. പിന്നെ പോട്ട് 4-ൽ നിന്ന് ഏറ്റവും കുഞ്ഞന്മാരായിട്ട് ഇപ്പോൾ 70-ാം റാങ്കിലൊക്കെയുള്ള കേപ്പ് വെർദെ വന്നിട്ടുണ്ടല്ലോ, അപ്പം വേണമെങ്കിൽ കേപ്പ് വെർദെ അവരുടെ എതിരാളികളായിട്ട് വരാം. വേണ്ട ആഫ്രിക്കയിൽ നിന്ന് ഘാന വരാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളാണ് ഈ പോട്ടുകളും വരുമ്പോൾ ഉണ്ടാവുക. ഇനിയിപ്പോൾ നവംബർ മാസത്തിലെ 2 മത്സരങ്ങൾ യൂറോപ്പിൽ ക്വാളിഫയർ നടക്കാനുണ്ട്. ആ ക്വാളിഫയർ മത്സരങ്ങളോടുകൂടി പോട്ടിൻ്റെ കാര്യം ഏതാണ്ട് തീരുമാനമാകും. പിന്നെ പ്ലേ ഓഫ് മാത്രമാണ് പ്ലേ ഓഫ് സ്പോട്ടുകൾ മാത്രമാണ് ബാക്കി ഉണ്ടാവുക. അതങ്ങനെ പ്ലേ ഓഫ് 1, പ്ലേ ഓഫ് 2, പ്ലേ ഓഫ് 3, പ്ലേ ഓഫ് 4 എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ, അതുപോലെ ഇൻ്റർ കോണ്ടിനെൻ്റൽ പ്ലേ ഓഫ്, അതങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും ഡിസംബർ 5 നറുക്കെടുപ്പ് നടക്കുക. അത് കഴിഞ്ഞതിന് ശേഷമാണ് മാർച്ചിലെ പ്ലേ ഓഫിലൂടെ ആ ടീമുകൾ ഏതൊക്കെയാണെന്ന് തീരുമാനമാകുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സിൽ എത്താം.